ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പം എൻ്റെ വീഡിയോസിന് ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ബാഡ് കമൻറ്റ് ഇട്ടേന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ രണ്ടാമതും വേറൊരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ അതും പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ മൂന്നാമതും ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, പുള്ളിക്കാരിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് തോന്നി. അപ്പം പിന്നെ ഞാൻ നോക്കിയപ്പോൾ വേറൊരു കമൻറ്റും കൂടെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി പുള്ളിക്കാരിക്ക് തലയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത് പുള്ളിക്കാരിയെ മനഃപൂർവ്വം ഇടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിലും വന്ന് അടിയിൽ ബാഡ് കമൻറ്റ് ഇടുന്ന പ്രവൃത്തിയാണ് കണ്ടത്. അപ്പം ഞാൻ അതാരാന്ന് പറയാം. അവളുടെ പേര് വന്ന് ദീപ്തി ഇച്ചായ് എന്ന് പറയുന്നതാണ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്. അവൾ എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ എല്ലാ വീഡിയോസിനും വന്ന് ബാഡ് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മായിമ്മ വരുമ്പോൾ എന്ന് പറഞ്ഞ ഒരു റിയാക്ട് വീഡിയോ ചെയ്തായിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന് അവൾ കമൻറ്റ് ഇട്ടേക്കുവാണ്. അമ്മായിമ്മേ നീ തെറി പറഞ്ഞവളല്ലേ, നിന്റെ കെട്ടിയനൊരു ഉണ്ടാക്കനല്ലേ എന്നാണ് അവൾ ചോദിച്ചേക്കുന്നത്. അതിനകത്ത് കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പം അത് കണ്ടപ്പോൾ എന്തായാലും പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും എനിക്ക് കണ്ടന്റ് ഇല്ലാതെ ഇരിക്കുമെന്ന് അവളായിട്ട് എനിക്കൊരു കണ്ടന്റ് കൊണ്ട് തന്നു. ദീപ്തി എന്നാണ് പേര്. അവൾ ആണാണോ പെണ്ണാണോ കുണ്ടനാണോ എന്നൊന്നും എനിക്കറിയില്ല. അവൾ ഇനിയിപ്പോൾ ദൈവത്തിന് മാത്രമേ ഉള്ളത് ആരാണെന്ന്. അപ്പം മനഃപൂർവ്വമായിട്ട് വന്നിടുന്ന കമൻറ്റാണത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ അമ്മായിമ്മ നിൻ്റെ അമ്മയാണോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലേ, അമ്മായിമ്മയ്ക്ക് എന്നാ അമ്മായിമ്മ നീ തെറി പറഞ്ഞവളല്ലേടി എന്ന് ആണോ? നിൻ്റെ അമ്മയാണോ ഞാൻ തെറി പറഞ്ഞത്? നിനക്ക് ഇത്ര വേദനിക്കാനായിട്ട്? നിനക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ തന്നെ നീ ഒന്ന് പോയി തടവി കൊടുക്കുക. അപ്പോൾ അവർ വേദന മാറിക്കോളും. പിന്നെ എൻ്റെ കെട്ടിയൻ ഉണ്ടാക്കാനാണെന്ന്. എൻ്റെ കെട്ടിയനെ നീയാണോ കെട്ടിയേക്കുന്നത്? ആണോടി, നീയാണോ കെട്ടിയേക്കുന്നത്? നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്? നിനക്ക് ഇത്ര വേദന വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഒന്നേ നിനക്ക് ആശുപത്രി കൊണ്ട് കാണിക്കില്ല. നിനക്ക് മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. നീ ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് മാത്രമല്ലായിരിക്കും, പൊതുവെ നീ ഈ പരിപാടി ആയിരിക്കും ചെയ്യുന്നത്. വേറൊരു ചോദ്യം ചോദിക്കുക, കാശുണ്ടാക്കാൻ വേറെ വഴി പൊക്കൂടെ എന്ന്. നിനക്ക് പൊക്കൂടെ? എൻ്റെ എല്ലാ വീഡിയോസും മാന്യം മര്യാദയായിട്ട് ഞാൻ ചെയ്തിട്ടേക്കുന്നതാണ്. നിനക്ക് എന്താണ് ഇത്ര സൂക്കേട്? എന്താണെന്ന് ചോദിക്കുന്നത്? അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് ആരുടെയും വീഡിയോയ്ക്ക് പോയി ഇങ്ങനെ അപമര്യാദയായിട്ട് കമൻറ്റ് ഇടാനായിട്ട് നീ ആരാ? നിന്റെ കെട്ടിയവൻ നിന്നെ നോക്കുന്നില്ലേ? അതാണോ നിനക്ക് ഇത്ര വേദന? എൻ്റെ കെട്ടിയവൻ എന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട്, എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കെട്ടിയൻ ഉണ്ടാക്കാനാവോടി? മര്യാദയ്ക്ക് ഇരുന്നോണം കേട്ടോ. ഇനി മേലെ എൻ്റെ വീടിൻ്റെ ബാഡ് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി പോകാൻ എനിക്കറിയാം. എനിക്ക് ആളെ പിടിക്കാനും അറിയാം, നീ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാനും അറിയാം. അവക്കെന്തോ വേദന പോലെ. നീ കണ്ടായിരുന്നു എൻ്റെ അമ്മായിമ്മ തെറി പറയുന്നത്? നീ കേട്ടായിരുന്നോ? നീ ആരാടി? അമ്മായിമ്മയായിട്ട് ഒരു ബന്ധമില്ലാതെ ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളായിട്ട് ഞങ്ങൾ മാറി താമസിക്കാൻ തുടങ്ങിയിട്ട് 7-8 വർഷമായി. ചുമ്മാ വന്നങ്ങ് എന്തൊക്കെയോ തോന്നിയോസം അങ്ങ് എഴുതി വെക്കുക. ഒന്നേ നീ വല്ല മുള്ളുമുറിക്കലും പോയി കയറും. നിനക്ക് എന്തോ പ്രത്യേകിച്ച് നിനക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എൻ്റെ ഡാൻസിൻ്റെ വീഡിയോ വന്ന് കമൻറ്റ് ഇടുന്നു. നിനക്ക് നാണമില്ലേടിയെന്ന്. ഞാൻ തുണി ഇട്ടാടി വീഡിയോ ചെയ്യുന്നത് നീ കണ്ടില്ലായിരുന്നോ? നിൻ്റെ കണ്ണിന് വല്ല മഞ്ഞളിപ്പുണ്ടോ? ഇവക്ക് വേദന വരാനായിട്ട് ഇവിടെ കുടുംബത്തിലെ അമ്മായിമ്മയോ കെട്ടിയവനെയാണ്ട് ഞാൻ കെട്ടിയ പോലെയാണല്ലോ ഇവള് കിടന്ന് തുള്ളുന്നത്. ഇവിടെ ആരാ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇടാന്ന് വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെയൊന്നും ഞാൻ സിമി പേടിക്കുകയല്ലോ കേട്ടോ. മേലെ ഈ മാതിരി ബാഡ് കമൻറ്റ് ഇട്ട് എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഫോളോ ചെയ്ത് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് വേണ്ടാത്ര എഴുതി വിടുക. നിനക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മയോടോ അച്ഛനോടോ ഒക്കെ പറ. നിനക്ക് വല്ല കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം അതിന് പോയി ചികിത്സ നേടും കേട്ടോ. അവളിടുന്ന ബാഡ് കമൻറ്റിന് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അത് ഹൈഡ് ചെയ്ത് വെച്ചേക്കും അവൾ. അത്രയും പേടിയുള്ള ഒരുത്തി എന്തിനാണ് ഇങ്ങനെ വന്ന് കമൻറ്റ് ഇടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെ എന്നത്തിനും ഈ വേണ്ടാത്ത പരിപാടി കാണിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് നീ കാണിക്കുന്നത്? ഫേക്ക് അക്കൗണ്ടാണെന്ന് മനസ്സിലായി. നിനക്കെന്താ പ്രശ്നം? ഞാൻ വീഡിയോ ചെയ്യുന്നത് ഫേസ്ബുക്ക് നിൻ്റെ തന്തയുടെ വകയാണോ? ഫേസ്ബുക്ക് ഇവിടെ ആർക്ക് വേണേലും വീഡിയോസ് ഇടാം, എന്തും ചെയ്യാം. ആർക്ക് ചോദിക്കാനുള്ള അവകാശമൊന്നുമില്ല. മനസ്സിലായോ? ഇതെൻ്റെ വരുമാന മാർഗ്ഗമാണ്. മാന്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. നിനക്ക് കാണണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. നിർബന്ധിച്ച് ദീപ്തി ചേച്ചി ഈ വീഡിയോ കാണണം ചേച്ചി എന്നും പറഞ്ഞിട്ട് ഞാൻ നിന്നോട് പറയുന്നുണ്ടോ? ഉണ്ടോടി? ഇല്ലല്ലോ. പിന്നെ എന്താണ് നിനക്ക് പ്രശ്നം? നിനക്ക് എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് മാത്രമല്ലായിരിക്കും, നിൻ്റെ സ്ഥിരം പരിപാടിയായിരിക്കും ഇങ്ങനെ കുത്തിയിരുന്ന് രാത്രിയിൽ 12-1 മണിക്കൊക്കെ ഇങ്ങനെ ആരുടെയിലൊക്കെ വീഡിയോയ്ക്ക് പോയി കമൻറ്റ് ഇടുന്നത്. നിനക്കെന്താ പ്രശ്നമുണ്ട്? ഇനി മേലെ ഈ പരിപാടി എൻ്റെ വീടിൻ്റെ അടി വന്ന് കാണിച്ചേക്കരുത്.